പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഇ.ഡി. പരിശോധന നടത്തുകയാണ്. മാസപ്പടി കേസിലാണ് ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ പരിശോധന നടത്തുന്നത്. കണ്ണൂരിലെ വീട്ടിലും പരിശോധനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, ഇ.ഡിയുടെ പരിശോധന എപ്പോഴാണ് ആരംഭിച്ചത്? ഇന്ന് രാവിലെയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലും ഒപ്പം കണ്ണൂരിലെ വീട്ടിലും ഇ.ഡിയുടെ റെയ്ഡാണ് നടക്കുന്നത്. മാസപ്പടി കേസിലാണ് റെയ്ഡ്. അതായത് 2 വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലും ഒപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നത് വഴുതക്കാട്ടുള്ള ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിലാണ്. ആ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീടാണ്. ആ വാടക വീട്ടിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് നടക്കുന്നത്. ഇത് മാസപ്പടി കേസിലാണ് ഈ റെയ്ഡ് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ രേഖകൾ, വിശദാംശങ്ങൾ, മറ്റെന്തെങ്കിലും തെളിവുകളോ ഇതൊക്കെ തന്നെ കണ്ടെത്തുക. ഈ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂരിലെ വീട്ടും അതായത് പിണറായി വിജയൻ താമസിച്ചിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു. അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ പോയിട്ടില്ല. ആരും തന്നെ പുതിയ സർക്കാർ ചുമതലയേറ്റ ശേഷം അത് സർക്കാരുമായി ബന്ധപ്പെട്ടവരോ പ്രതിപക്ഷ നേതാവോ ഒന്നും തന്നെ ഔദ്യോഗിക വസതികൾ ഇതുവരെ ഉപയോഗിച്ചിട്ട് തുടങ്ങിയിട്ടില്ല. കാരണം ഔദ്യോഗിക വസതികളുടെ അതിന് സമയമാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ താമസിക്കുന്നത് വഴുതക്കാടുള്ള ഒരു വാടക വീട്ടിലാണ്. ആ വാടക വീട്ടിൽ താമസം മാറിയിട്ട് ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ആകുന്നുള്ളൂ. അപ്പോഴേക്കും ഇവിടെ റെയ്ഡ് അദ്ദേഹത്തിന് ഇപ്പോൾ താമസിക്കുന്ന വീട് കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടക്കുന്നത്. ഒപ്പം തന്നെയും പിണറായി വിജയന്റെ കണ്ണൂരിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ 2ഇടത്തും ഒരേ സമയമാണ് റെയ്ഡ് നടക്കുന്നത്. രണ്ടിടത്തും ഒരേ സമയം പരിശോധന നടത്തുന്നു. പിണറായി വിജയൻ എവിടെയാണ് ഉള്ളത്? തിരുവനന്തപുരത്തെ വാടക വീട്ടിലാണോ അതോ കണ്ണൂരിലേക്ക് പോയോ? അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും കുടുംബവും തിരുവനന്തപുരത്തെ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കണ്ണൂരിൽ പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബം, അതായത് മകളും ഒപ്പം തന്നെ മുഹമ്മദ് റിയാസും ഭാര്യയും വീണയുടെ മകനും ഈ തിരുവനന്തപുരത്തെ വീട്ടിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം പിണറായി വിജയൻ ഇന്നലെ രാത്രി വരെയും അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പരിപാടി അവിടെയാണ്. ഇന്നും അദ്ദേഹം ഇവിടെ തിരുവനന്തപുരം വിട്ട് പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ റെയ്ഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒക്കെ തന്നെ വിവിധ കേസുകളിൽ തന്നെ, അതായത് ഏറ്റവും പ്രധാനമായ 2 കേസുകളാണ് അദ്ദേഹത്തെയും കുടുംബത്തെയും വേട്ടയാടുക അല്ലെങ്കിൽ അദ്ദേഹത്തെ കുടുംബത്തിന് നേരെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിയ 2 കേസുകൾ. അതിലൊന്ന് ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത്, അതായത് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് അദ്ദേഹം നേരിട്ട പ്രതിക്കൂട്ടിലായിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന കോൺസുലേറ്റ് വഴി വന്നിരുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസ്. ആ സമയത്ത് പോലും ഇ.ഡി. പരിശോധനയും റെയ്ഡും ഒക്കെ വലിയ രീതിയിൽ തന്നെ ഈ പരിശോധന ഉണ്ടാകും എന്ന രീതിയിൽ ആ ഘട്ടം വരെയും എത്തിയിരുന്നു. പക്ഷെ അപ്പോഴും പിണറായി വിജയൻ താമസിച്ചിരുന്ന വീടുകളിൽ, അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വീട്ടിൽ ഒന്നും തന്നെ ആ രീതി വീട്ടിലൊരു പരിശോധനയുമായി പോയിരുന്നില്ല. അതിനുശേഷം 2ാമത് പ്രതിക്കൂട്ടിലാകുന്നത് വീണ വിജയന്റെ മാസപ്പടി കേസ്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലായിരുന്നു. ഈ മാസപ്പടി കേസ് വരുമ്പോഴും ഇത് ഇ.ഡി. റെയ്ഡും പരിശോധന നമുക്കറിയാം. അത് പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പരിശോധന നടത്തുകയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു വീണ വിജയന്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ കൊടുത്തതാണ്. പക്ഷെ അപ്പോഴും അവിടെ ഒരു ഇ.ഡി. പരിശോധന പിണറായി വിജയൻ താമസിക്കുന്ന സ്ഥലം കേന്ദ്രീകരിച്ച്, അത് ഔദ്യോഗിക വസതിയായാലും അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വീടായാലും അവിടെ കേന്ദ്രീകരിച്ച് ഇ.ഡി. പരിശോധന എത്തി. പക്ഷെ അതിന്റെ ആ ഇ.ഡി. പരിശോധനകൾ നടന്നുവെങ്കിൽ പോലും നേരിട്ട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീട് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന പോലും നടന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് പദവി മുഖ്യമന്ത്രി എന്ന് മാറി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ അദ്ദേഹത്തിന്റെ 2 വീടുകളും, കണ്ണൂരിലെ വീടും തിരുവനന്തപുരത്തെ വീടും കേന്ദ്രീകരിച്ച് ഇ.ഡിയുടെ ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ച ഒരേ സമയത്ത് എന്ന് പറയുമ്പോൾ അതിന് കേസും എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനം കൂടി വരികയാണ്. അതിപ്രധാനമായ അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും അതുപോലെ തന്നെ കണ്ണൂരിലെ വീട്ടിലും ഇ.ഡിയുടെ പരിശോധന നടക്കുകയാണ്. രാവിലെ ആരംഭിച്ചതാണ് പരിശോധന. മാസപ്പടി കേസിലാണ് പരിശോധന നടക്കുന്നത്.